Good afternoon, sir. Vidya, Good afternoon, sir. Bismi, good afternoon. Good afternoon, sir. Devi, Soji, Shilu, Ranjusha, Bashira. Mobile kindy. Yes, Miduna, good afternoon. Shilu. अच्छा मोबाइल नहीं करता चाचा चाचा प्लीज चाचा समय लगता है Yes. Vidya. Sir. Yes. ഓണം ഡേ തുടങ്ങാൻ പോകുന്ന സർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സെലിബ്രേഷൻ ചെയ്താലോ എന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ശരി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് ഞാൻ ഇതിന്റെ അകത്ത് നോക്കിയപ്പോ മിഥുനയെയും സോജിയൊക്കെ കേരള സ്റ്റൈലിൽ കണ്ടത് അല്ലേ? യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നത്. യെസ്, MT14 കുട്ടികളെ മുമ്പ് ഇവിടെ പരിപാടിക്ക് ക്ലാസ്സിന് വന്നു, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നു. അപ്പൊ അന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ മുന്നിലൂടെ ഫൈറ്റ് ചെയ്യാണ്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് അവര് ക്ലാസ്സിൽ വന്നു കഴിയുമ്പോ അവര് വളരെ പരിഭവം പറഞ്ഞു. സാറ് ഞങ്ങളുടെ മുന്നിലൂടെ പോയിട്ട് ഞങ്ങളൊന്ന് നോക്കിയില്ല, ഫൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഫേസ് അറിയാമോ? എന്നാൽ നിങ്ങൾ ആരെങ്കിലും കൈ പ്രാവശ്യം പറയണ്ടേ, ഞങ്ങളെ MT14 പിള്ളേരാണ് സാറെന്ന് പറയണ്ടേ എന്ന് പറഞ്ഞു. യെസ്, ഓക്കെ. എന്നെ സംബന്ധിച്ച് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ട് നിങ്ങളിങ്ങനെ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തു. നിങ്ങൾ വേറെ ലെവലാണ് മക്കളെ. ഓക്കെ 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 യെസ്. അപ്പൊ ആരാണ് ഇന്നത്തെ പരിപാടിയുടെ ആങ്കർ? സാർ, ഞാനൊരു ഇൻട്രഡക്ഷനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ഓക്കെ. എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്രേക്ഷകനായിട്ടിരുന്നോളാം. ഷിലു, ആ കൊച്ചിനോട് നേരെ നിൽക്കാൻ പറഞ്ഞോളൂ. യെസ്, ഓക്കെ. സാർ, സ്റ്റാർട്ട് ചെയ്തോട്ടെ? എല്ലാവർക്കും നമസ്കാരം. മാവേലി തമ്പുരാനെ വരവേൽക്കുന്ന ഈ മനോഹരമായ ഓണനാളില് ദൂരങ്ങൾ മറന്ന നമ്മളെല്ലാരും നമ്മുടെ ഈ ചെറിയ ഓൺലൈൻ സ്ക്രീനിലൂടെ ഒന്നിച്ചിരിക്കുകയാണ്. നേരിട്ടല്ലെങ്കിലും ഒത്തൊരുമയുടെയും സന്തോഷത്തിന്റെയും ഈ ഓണക്കാലം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ഓണാഘോഷത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഈ മനോഹരമായ ചടങ്ങില് നമ്മോടൊപ്പം പങ്കുചേരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോബ് സാറിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. അതോടൊപ്പം തന്നെ സ്ക്രീനിനപ്പുറത്തിരുന്ന് ഈ ആഘോഷം പൊലിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ ഓണാഘോഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനി ഒട്ടും സമയം കളയാനില്ല. ചിരിയും കളിയും പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. അപ്പൊ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും എല്ലാവരും ഓണം മൂഡ് ഒട്ടും കുറയ്ക്കാൻ പാടില്ല. എല്ലാവരും ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വേണം ഇരിക്കാനായിട്ട്. അപ്പോ പരിപാടികൾ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ സർവേശ്വരന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് പ്രാർത്ഥനാ ഗാനവുമായി നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സോജി വരികയാണ്. ആ സോജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വിദ്യ. പ്രേയർ ചൊല്ലാം. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കണ്ണടയ്ക്കുന്നു, വിദ്യയും രൂപവും നീയല്ലോ. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവേശ്വര. സംഗീത ശുദ്ധിയോടെ പാടുന്ന ഞങ്ങളെ കൈവിടല്ലേ സർവേശ്വര. പ്രാർത്ഥനയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു, ബുദ്ധിയും സിദ്ധിയും നീയല്ലോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ കണ്ണടയ്ക്കുന്നു, വിദ്യയും രൂപവും നീയല്ലോ.
സൂപ്പർ സോജി, സൂപ്പർ. നന്ദി സൂജി. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കാനായി രമ്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രമ്യ അവിടെ ശ്രമിച്ചോണ്ടിരിക്കോ? രമ്യ ചേച്ചി കുറച്ച് ലേറ്റ് ആവെന്ന് പറഞ്ഞായിരുന്നു സാറേ, സ്കൂളിൽ വരെ പോകുന്നു. എന്നാ നമുക്ക് വിദ്യ സ്വാഗതം കുറച്ച് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം, പരിപാടി നമുക്ക് തുടങ്ങാം, അത് കുഴപ്പമില്ല. അപ്പൊ രമ്യ വരുന്ന വിചാരിക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നല്ല ചിന്ത പങ്കുവെക്കാനായിട്ട് ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേയുമായി എത്തുന്നു മുബഷിറ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. സമത്വത്തിന്റെ സന്ദേശം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന വരികൾ ഒരു പാട്ട് മാത്രമല്ല, മറിച്ച് ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു സങ്കല്പമാണ്. എല്ലാവരെയും സമന്മാരായി കാണാനുള്ള ആഹ്വാനമാണ് ഓരോ ഓണവും. പിന്നെ പ്രകൃതിയും മനുഷ്യനും, പൂക്കളവും തുമ്പപ്പൂവും തുമ്പിത്തുള്ളലും ഒക്കെ പ്രകൃതിയുമായുള്ള നമ്മുടെ അടുത്ത ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു സന്ദേശം ഇതിലുണ്ട്. ഒരുമയുടെയും പ്രതീക്ഷയുടെയും പ്രതീകം. ദൂരദേശങ്ങളിലുള്ളവർ പോലും കുടുംബത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന സമയമാണിത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകൾ വരും എന്ന പ്രത്യാശയുമാണ് ഓരോ ഓണവും. താങ്ക് യു സർ. യെസ്. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഓരോരുത്തരായിട്ട് ഏതാ ആദ്യം തുടങ്ങുന്നത്? ഞാൻ പാട്ട് പാടട്ടെ ആദ്യം? ഞാനൊരു പാട്ട് പാടാം സാർ. നമ്മുടെ ആസ്ഥാന ഗായികയിൽപ്പെട്ട അല്ലെ രണ്ടുപേരാണ് ഷീലു, സോജിയൊക്കെ. അപ്പൊ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞേ. യെസ്, ഓക്കെ. കേക്കാമോ? ട്രാക്കിട്ട് പാടാനാണ്.
നാട്ടിൻ ശ്രുതി ചേർത്ത് പാടും വൃന്ദാവനി പൂനുള്ളവാൻ വരൂണമേ. തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ ഞാലാടും വണ്ണക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ വണ്ണക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും യെസ്, സൂപ്പർ സോജി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കേൾക്കുന്നുണ്ടായിരുന്നോ? ഇടക്ക് ചെറുതായിട്ട് പോകുന്നുണ്ടായിരുന്നു. സോളോ ആയിട്ട് പാടുമ്പോൾ അത്രയും കൂടെ പെർഫെക്ഷൻ സൗണ്ട് ഇടക്കിടക്ക് മിസ് ആവുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലായില്ല. യെസ്, താങ്ക് യു സർ. പാട്ടുകാരി നമുക്ക് അറിയാലോ. യെസ്, ഓക്കെ. വിദ്യ, സോജി വളരെ നന്നായിട്ട് പാടിയായിരുന്നു. ശരിക്കും ടിവിയിലൊക്കെ കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇടക്ക് സോജിയുടെ സൗണ്ട് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു പാട്ട്. ഇനി അടുത്തതായിട്ട് ആരാ ചെയ്യാൻ പോകുന്നത്? അടുത്തത് ഞാൻ പാടാം. അത്തം പത്തോണം തിരുവോണം, അത്തം പത്തോണം തിരുവോണം, പൂത്തല്ലോ താഴ്വാരം കോടിപ്പുടവയൊടുക്കും നെറ്റിയിൽ മുക്കുറ്റിക്കുറി ചാന്തം പൊട്ടും. അത്തം പത്തോണം തിരുവോണം, അത്തം പത്തോണം തിരുവോണം, പൂത്തല്ലോ താഴ്വാരം കോടിപ്പുടവയൊടുക്കും നെറ്റിയിൽ മുക്കുറ്റിക്കുറി ചാന്തം പൊട്ടും. അത്തം പത്തോണം തിരുവോണം, പൊന്നോണം നല്ലോണം, മാവേലി പെരുമാള് കൊട്ടും കുറവയുമായി വരും. മാവേലി പെരുമാള് കൊട്ടും കുറവയുമായി വരും. താളത്തിൽ അരിതിരി പൂക്കൾ വീരമൊരുക്കുക പിന്നാളി, താളത്തിൻ അരിതിരി പൂക്കൾ വേഗമൊരുക്കുക പിന്നാളി, എതിരേൽക്കാൻ ഒരുമിച്ചു പോകാം. അത്തം പത്തോണം തിരുവോണം, അത്തം പത്തോണം തിരുവോണം, പൂത്തല്ലോ താഴ്വാരം ഓണപ്പുടവയൊടുക്കും നെറ്റിയിൽ മുക്കുറ്റിക്കുറി ചാന്തം പൊട്ടും. അത്തം പത്തോണം തിരുവോണം, പൊന്നോണം നല്ലോണം, പുല്ലോം കൂടത്തിലീണം തുളുമ്പി, നല്ലോണവില്ലി താളം കലമ്പി, പുല്ലോം കൂടത്തിലീണം തുളുമ്പി, പുല്ലോം കൂടത്തിലെ താളം കലമ്പി, മാവേലി പെരുമാള് കൊട്ടും കുറവയുമായി വരും. മാവേലി പെരുമാള് കൊട്ടും കുറവയുമായി വരും. താളത്തിൻ അരിതിരി പൂക്കൾ വേഗമൊരുക്കുക പെണ്ണാളി, താളത്തിൻ അരിതിരി പൂക്കൾ വേഗമൊരുക്കുക പെണ്ണാളി, എതിരേൽക്കാൻ ഒരുമിച്ചു പോകാം. അത്തം പത്തോണം
തിരുവോണം അത്തം പത്തോണം തിരുവോണം പൂത്തല്ലോ താഴ്വാരം ഓണപ്പുടവയൊടുക്കും നെറ്റിയിൽ മുക്കുറ്റി ചാന്തും പൊട്ടും അത്തം പത്തോണം തിരുവോണം പൊന്നോണം നല്ലോണം. ഓക്കെ ഷിലു, സൂപ്പർ ആയിട്ടുണ്ട്. സാധാരണഗതിയിൽ കേൾക്കുന്ന പാട്ടല്ല ഇത് കേട്ടോ. എല്ലാ ഓണാഘോഷത്തിലും കേൾക്കുന്ന ചില പാട്ടുകളില്ല, സ്ഥിരം പാട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. യെസ്. ഷിലു വളരെ നന്നായി തന്നെ പാടിയായിരുന്നു. അപ്പോ 2 പാട്ടുകളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ ഇനി നമുക്ക് അല്പം ബുദ്ധിക്ക് മൂർച്ച കൂട്ടാം. അടുത്തതായിട്ട് നമ്മള് ക്വിസ് മത്സരത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ ഓണത്തെ പറ്റി എല്ലാവർക്കും എന്തൊക്കെ അറിയാന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത് ഞാൻ തന്നെയാണ് കേട്ടോ. ചോദ്യം ചോദിക്കാൻ പോവാണ്. ആൻസർ ആർക്ക് വേണമെങ്കിലും പറയാം. ഓണപ്പൂവ് എന്ന വിശേഷമുള്ള പൂവ് ഏതാണ്? തുമ്പപ്പൂ. കറക്റ്റ് ആണ്. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം? 1956. 61 61 കറക്റ്റ് ആണ്. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. അത് ഏത് പേരിലാണ്? തിരുവോണം. അമ്മായി ഓണം. അമ്മായി ഓണം. സോജി നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും കിസിന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. മഹാബലിയുടെ പിതാവിന്റെ പേര്? വാരണാസുരൻ അങ്ങനെ എന്തോ അല്ലേ തോന്നുന്നു. വിരോചനൻ. കറക്റ്റ്. ഇനി ആർക്കെങ്കിലും ചോദിക്കാട്ടോ? ഞാൻ ചോദിക്കാട്ടെ. മഹാബലിയുടെ പുത്രന്റെ പേര്? ആർക്കെങ്കിലും അറിയാമോ മഹാബലിയുടെ പുത്രന്റെ പേര്? വിശ്വജിത്ത് അല്ലേ? അല്ല. ജോബ് സാറിന് അറിയാമെങ്കിൽ പറഞ്ഞു സാർ. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സാറും കൂടി ഇതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ പേര്. മഹാബലിയുടെ പുത്രന്റെ പേര് ബാണാസുരൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ. ഓണസദ്യയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പ്രധാന ധാന്യം? അരി. കറക്റ്റ്. പുലികളി ഏറ്റവും പ്രസിദ്ധമായ കേരളത്തിലെ നഗരം? തൃശ്ശൂർ. കറക്റ്റ്. വാമനന്റെ ആദ്യ 2 അടികൾ കൊണ്ട് അളന്നത് എന്തൊക്കെ? ഭൂമിയും പാതാളവും. ആകാശവും ഭൂമിയും. ആകാശവും ഭൂമി. അതാണ് കറക്റ്റ്. ഓണസദ്യയിൽ പുളിയും മധുരവും ചേർന്ന പ്രധാന കറി? ഇഞ്ചി. അല്ല, വേറൊരു ആൻസർ ആണല്ലോ. ഓണസദ്യയിൽ പുളിയും മധുരവും ചേർന്ന പ്രധാന കറി? കിച്ചടിയാണോ? അല്ല, ഗൂഗിള് പറഞ്ഞത് പുളിശ്ശേരി എന്നാണേ. അടുത്തത്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കറക്റ്റ്. ഏത് കായലിലാണ്? കായലിന്റെ പേര്? അല്ല. അഷ്ടമുടിക്കായൽ. അല്ല. പുന്നമടക്കായലാണോ? അതാ കറക്റ്റ്. എല്ലാം പറഞ്ഞു. പുന്നമടക്കായൽ. ഓണത്തിന്റെ പ്രധാന കുടുംബാഘോഷം ഏതാണ്? ഓണസദ്യ കഴിക്കും. കറക്റ്റ്. ഓണത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ? ഒത്തൊരുമ. ഐക്യം. ശരിയാ. ഓണസദ്യയിലെ പ്രധാന മധുര വിഭവം?
പായസം. പായസം. കറക്റ്റ്. 4-ാം ഓണം ഏത് മഹാന്റെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരു. കറക്റ്റ്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്ത്? എനിക്കറിയാം, പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അറിയുന്നവർ? ജോബ് സാർ പറ മഹാബലിയുടെ യഥാർത്ഥ പേര്. നേരത്തെ പോലത്തെ എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത് ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ. നീലു മഹാബലി. ഇന്ദ്രസേനൻ. ഓക്കെ. അപ്പം ഇനി ഒന്നും കൂടി ചോദിക്കാം. ഓണപ്പാട്ടുകാർ എന്ന കവിത ആരാണ് എഴുതിയത്? ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആരാണ്? അറിയാമോ? ജോബ് സാറിന് അറിയോ? ഓണപ്പാട്ടുകാർ എങ്ങനെ ക്ലൂ കൊടുക്കും? കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ശ്രീധരമേനോൻ. ഇത്രയുള്ള എന്റെ കയ്യിൽ സ്റ്റോക്ക്. ഇനി അടുത്ത ആരാന്ന് വെച്ചാൽ ചോദിച്ചു. ഞാൻ ചോദിക്കാം സാർ. സാറിനും കൂടാ മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? ഇന്ദ്രസേന. വാക്കിന്റെ അർത്ഥം വലിയ ആരാത്? വലിയ ത്യാഗം ചെയ്തവർ. അതെ. കറക്റ്റ്. എന്നല്ലേ? ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? തൃപ്പൂണിത്തറ. തൃശ്ശൂർ. തൃപ്പൂണിത്തറ. യെസ്, കറക്റ്റ്. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ? അഞ്ചാമത്തെ. കറക്റ്റ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര്? പ്രൈം മിനിസ്റ്റർ. കറക്റ്റ്. ചിങ്ങം 1 ഏത് ദിനമായാണ് ആഘോഷിക്കപ്പെടുന്നത്? കർഷക ദിനം. കറക്റ്റ്. യെസ്. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. അത് ഏത് നാളിൽ? മൂലം. കറക്റ്റ്. തൃക്കാക്കര എന്ന സ്ഥലത്തിന്റെ അർത്ഥം? വാമനന്റെ പാദമുദ്രയുള്ള സ്ഥലം. കേരളത്തെ കൂടാതെ ഓണത്തിന് ഔദ്യോഗികമായി അവധി നൽകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. അല്ല. കേരളം. കേരളത്തെ കൂടാതെ? കർണാടക. അല്ല. അല്ല. സംസ്ഥാനമാണ് കേന്ദ്രഭരണ പ്രദേശമാണോ? അങ്ങനൊന്നും ചോദിക്കല സാറേ. അതിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കണ്ടേ? ലാഭിച്ചിട്ടാണോ കൊടുക്കണേ? എന്താ സാർ? അല്ല. എം. മധ്യപ്രദേശ്. അല്ല. മഹാരാഷ്ട്ര. എല്ലാം പറഞ്ഞല്ല. സംസ്ഥാനമായിരിക്കും. മിസോറാം. ഞാനേ ലക്ഷദ്വീപ് വന്നു ചോദിച്ചു, അതാണ് ചോദിച്ചില്ല. വള്ളംകളിയിൽ പാമ്പ് പോലെ ആകൃതിയുള്ള വള്ളത്തെ എന്ത് വിളിക്കുന്നു? ചുണ്ടൻ വെള്ളം. യെസ്, കറക്റ്റ്. ഓണവുമായി ബന്ധപ്പെട്ട് ഏത് ജില്ലയിലാണ് പുലിക്കളിക്ക് പേര് കേട്ടത്? തൃശ്ശൂര്. തൃശ്ശൂര്. കറക്റ്റ്.
പൂവിളി പൂവിളി പൊന്നോണമായി എന്ന വരികൾക്ക് ഏത് കവിയുടെ ഏത് കൃതിയിലാണ് ഉള്ളത്? സാറിനറിയോ? ആലോചിക്കട്ടെ. ക്ലൂ ഇട്ട് തരൂ ആതിര. ഞാൻ ഏത് കൃതി എന്ന് പറയാം. വിഷുക്കണിയാണ്. യെസ്, കറക്റ്റ്. Yes. ശ്രീകുമാരൻ തമ്പി. ഓണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഒക്കെ ആരല്ലേ? നദി നദി. പമ്പാ നദി. കറക്റ്റ്. കറക്കി കുത്തിയതാ. നദീന്ന് കേട്ടപ്പോ പെട്ടെന്ന് വായി വന്നേ അതാ. വാമനമൂർത്തിയെ തൃക്കാക്കരയിൽ പ്രതിഷ്ഠിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. അല്ല, പരശുരാമൻ. ഞാൻ പറയാൻ പോയതാ. സാറെന്ത് പറയാഞ്ഞേ? ഓണാഘോഷം അവസാനിക്കുന്ന നാള്? അവിട്ടം. അതെ. ചതയം. യെസ്, കറക്റ്റ്. മഹാബലിയുടെ പത്നിയുടെ പേര്? സാറിനറിയോ? ഒരു ക്ലൂ തരുമോ? സാറിനോടെല്ലാം ടഫ് ഉള്ളതാ ചോദിക്കുന്നത്. ക്ലൂ ഇങ്ങനത്തെ പേര് എവിടുന്ന് കണ്ടുപിടിക്കും? മിസ്സിസ് മഹാബലി എന്ന് പറഞ്ഞാൽ ശതാവലി, വിദ്യാവലി. ശതാവലി, വിദ്യാവലി. ഇത് രണ്ടിലൊന്നാണോ? എന്നാ വിദ്യാബലി ആയി. ഇതിൽ രണ്ടിലൊന്ന്. കറക്റ്റ്. ഈ പേരിലുള്ള ക്ലൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മഹാബലിയുടെ മുത്തശ്ശൻ ആരായിരുന്നു? അച്ഛനെ അറിയത്തില്ല, അമ്മയെ അറിയത്തില്ല. കുടുംബ ഫുള്ളായി. എല്ലാരും കേട്ടിട്ടുണ്ടാവോ പേര്? അടുത്ത ചോദ്യം അയൽക്കാരനായിക്കോട്ടെ. പ്രഹ്ലാദൻ അറിയോ? കേട്ടിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട ദൈവം? വിഷ്ണു. യെസ്. വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ അത് ചതിയാണെന്ന് മുന്നറിയിപ്പ് നൽകിയ അസുര ഗുരു? ശുക്രാചാര്യർ. കറക്റ്റ്. തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല? തൃശൂർ. കൊല്ലം. കറക്റ്റ്, കൊല്ലം. പറയാൻ വന്നേ. കറക്കി കുത്തിയതാണല്ലേ. എറിഞ്ഞു നോക്കാം. ലാസ്റ്റത്തെ. കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം? അത്തച്ചമയം. കറക്റ്റ്. കഴിഞ്ഞു. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ സാറേ എല്ലാവരും. നല്ല രസകരമായ ചോദ്യമുണ്ട്. ചോദ്യം സെലക്ട് ചെയ്ത് ആദ്യമൊക്കെ പ്രത്യേകം അഭിനന്ദനം. താങ്ക് യു സർ. ഓക്കെ. എല്ലാവരുടെ അറിവുകൾ പങ്കുവെച്ച ആവേശകരമായ നിമിഷങ്ങളായിരുന്നു. വളരെ നന്നായി തന്നെയാണ് സോജിയും ആതിരയും ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. സീരിയസ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിരിക്കാനും കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടി ചിരി കൂട്ടാനായിട്ട് ഇനി നമുക്ക് ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? കുസൃതി ക്വസ്റ്റ്യൻ. വളരെ ചളിയായിരിക്കും, ആരും ഒന്നും പറയരുത്. ഞാൻ തന്നെ ചോദിക്കാം.
ഓണസദ്യയില് എത്ര കഴിച്ചാലും വയറ് നിറയാത്തത് എപ്പോഴാണ്? ക്വസ്റ്റ്യൻ എന്തുവാ? ഓണസദ്യയിൽ എത്ര കഴിച്ചാലും വയറ് നിറയാത്തത് എപ്പോഴാണ്? തിരുവോണത്തിന്റെ അന്നോ? വയറ് നിറയാത്തത് എത്ര കഴിച്ചാലും വയറ് നിറയില്ല, അത് എപ്പോഴാണ്? വിഭവം എന്തെങ്കിലും ആണോ? അല്ല, ഇത് കുസൃതിയായിട്ട് ഞാൻ ചോദിച്ചതാണ്, ആ തലത്തിൽ ചിന്തിച്ചാ മതി. രാത്രിയാണോ? എന്തോ? കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും. പറയട്ടെ ഞാൻ. ആ സ്വപ്നത്തിൽ സദ്യ കഴിക്കുമ്പോൾ. വെരി ഗുഡ്. എത്ര വലിയ പണക്കാരനായാലും ഓണസദ്യ ഇലയിൽ വിളമ്പിയാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? കുഴച്ച് കഴിക്കും. സദ്യ വിളമ്പുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇല മാത്രമേ വെച്ചിട്ടുള്ളൂ. എല്ലാം തുടയ്ക്കുമായിരിക്കും. കൈ കഴിവായിരിക്കും. അവിടെ കറക്റ്റ്. ഇരിക്കുവായിരിക്കും. ഇലയില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തുടക്കും. കയ്യിൽ കാശില്ലെങ്കിലും ഓണത്തിന് കോടി ഉടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്താണ്? നമ്മുടെ കയ്യിൽ കാശില്ല, പക്ഷെ നമുക്ക് ഓണക്കോടി ഉടുക്കാൻ പറ്റണ ഒരു വഴി. എല്ലാരും സീരിയസ് ആയിട്ടാണ് ആലോചിക്കണത്. എടുക്കാൻ പറ്റുന്ന വഴി അറിയില്ല. ആരെങ്കിലും ഓണക്കോടി സമ്മാനമായിട്ട് തരുമ്പോ, അപ്പൊ നമ്മള് കാശ് കൊടുത്ത് വാങ്ങണല്ലോ, അവര് തരുന്ന നമ്മൾ ഇടുന്നു. ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാന്ന് എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നു. അത് പറയാൻ ചോദിച്ചിരിക്കുന്നു. ഓണസദ്യയിൽ ഒരു പപ്പടം മാത്രം ബാക്കിയുണ്ട്, അതെങ്ങനെ 2 പേർക്ക് തുല്യമായി വിരിച്ചു കൊടുക്കാം? കഷ്ണം കഴിക്കാം. എന്തോ? മുറിച്ച് രണ്ടായി മുറിച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഓണസദ്യ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നേരം പപ്പടം ഇലയിൽ ബാക്കി വെച്ചാൽ എന്ത് സംഭവിക്കും? സംഭവിക്കത്തില്ല. പപ്പടം അവിടെ തന്നെ ഇരിക്കും. കറക്റ്റ്, പപ്പടം അവിടെ തന്നെ ഇരിക്കും. ഓണത്തിന് മാവേലി വരുന്നത് നമ്മൾ കാണാറുണ്ട്, എന്നാൽ മാവേലി ഒരിക്കലും വരാത്ത ഒരു സ്ഥലം ഏതാണ്? മാവേലി സ്റ്റോറിൽ. അല്ല. അത് വളരെ മാവേലി സ്റ്റോറിൽ മാവേലി വരില്ല. മാവില് മീൻസ് മാവ് മരമുണ്ട്. അല്ല. ആർക്കും കിട്ടുന്നില്ല. ആസ്ഥാനം. അല്ല. ആസ്ഥാനം. അല്ല. മഹാബലിപുരം, അവിടെ തന്നെയാണല്ലോ അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കുസൃതി ക്വസ്റ്റ്യനോട് അവസാനിക്കുകയാണ്. അപ്പൊ നമുക്കിനി അടുത്തത് എന്താ ചെയ്യണ്ടേ? ഏതാ ചെയ്യണ്ടേ? അന്താക്ഷരി വേണോ, തിരുവാതിര വേണോ? തിരുവാതിര. അപ്പൊ എന്നാ നമുക്ക് തിരുവാതിരയിലേക്ക് കിടക്കാം. തിരുവാതിര കുറച്ച് കഴിഞ്ഞിട്ട് മതി, കാരണം കുറെ പേര് വരാനുണ്ട്. രമ്യ ചേച്ചി എത്തിയിട്ടില്ല, മിഥുന എത്തിയിട്ടില്ല. മിഥുന ഉണ്ടോ? സാർ, ഞാൻ എന്റെ മോക്ക് ഓണ സെലിബ്രേഷൻ ആയിരുന്നു, ഇപ്പൊ കഴിഞ്ഞ് ഞാൻ വന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്താ പറയാ, സ്വാഗതം ബാലൻസ് വെച്ചേക്കുന്നത് ഞങ്ങള് രമ്യ വന്നിട്ട് അവതരിപ്പിക്കാനുണ്ട് അല്ലേ? ഓക്കെ സാർ. നമുക്ക് ദംഷറാട്സ് കളിക്കാം. മീൻസ് എന്തെങ്കിലും ആക്ട് ചെയ്ത് കാണിക്കും. ഫിലിമിന്റെ പേരായിരിക്കും, അത് ഏത് ഫിലിം ആണെന്ന് പറയണം. സാറിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ എല്ലാവരും പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ഞാൻ പറയണുള്ളൂ. ലാസ്റ്റ് ചാൻസ്. രഞ്ജുഷ
നെറ്റിലേക്ക് ഉണ്ടല്ലോ. ഓക്കെ 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 ഒരു യെസ്. ഒരെണ്ണം ഞാൻ കാണിക്കാം. വട്ടം, സർക്കിള്, ഡാൻസ്, പാട്ട്, സംഗീതം, ആദ്യത്തെ വേർഡ് പാട്ട് പാട്ട് സംഗീതം, സരിഗമ വെച്ചിരുന്നതോ? ഡാൻസ് ആണോ? രണ്ട് വാക്കുണ്ട്. അതിൽ ആദ്യത്തത് മറക്കുക എന്നാണ്. സംഗീതം. വേറെന്തെങ്കിലും ഒരു രണ്ടാമത്തെ വാക്ക് കാണിക്കാം. വട്ടം, വട്ടം, വട്ടം ശരിയാണ്. ചുറ്റും. ചുറ്റുവട്ടം, ഫിലിമിന്റെ പേര് സിനിമ, മലയാളം സിനിമയാണോ? യെസ് ലാലേട്ടന്റെ. രണ്ടുപേരേ ഉള്ളോ? ആ, താളവട്ടം. താളവട്ടം, താളവട്ടം. കറക്റ്റ്. യെസ് യെസ്. ഓ എന്റെ ഡീലു സമ്മതിച്ചു. യെസ് ഓക്കെ. ഇനി സോജി ഒരെണ്ണം കാണിക്കേ. ഞാൻ ഒരെണ്ണം കാണിക്കാമേ. മണി, മണിച്ചിത്രത്താഴ്. ചിത്രത്താഴ്. കറക്റ്റ്. ഞാനേ കിലുക്കോന്ന് ചോദിച്ചിരിക്കുന്നു. സോജി ഇങ്ങനെ അടിച്ചപ്പേ കിലുക്കം ചെന്നില്ലേ? മണിയാ സാർ ഉദ്ദേശിച്ചത്, മണി. Yes. ഇനി ആരെങ്കിലും കാണിക്കേ. എന്നാ നീനുവിനെ കാണിക്കൂ. നീനു ആ സാറെ കാണിക്കാം. വെയിറ്റ്. നീനു ഗ്രൂപ്പ് സോങ് ഒക്കെ കഴിഞ്ഞോ? ഗ്രൂപ്പ് ഇല്ല സോങ് ഗ്രൂപ്പ് സോങ് കഴിഞ്ഞില്ല. സോളോ സോങ് രണ്ടുപേരുടെ കഴിഞ്ഞു. ഇനി മിഥുന് പാടിയിട്ടില്ല. ഇതിന് നീ വേറെ കാണിക്കട്ടെ? ആ ഓക്കെ ഓക്കെ. രണ്ട് പേര്. രാവണൻ, ദശാവതാരം. ദശാവതാരം. രാവണപ്രഭു ആണോ? രാവണപ്രഭു. രാവണൻ, സുന്ദരനാണോ? അഴകിയ രാവണനാണ് നീ. ആ കറക്റ്റ്. ഞാൻ കാണിക്കാം. രണ്ട് പേടാ ഉള്ളേ. ഫസ്റ്റ് കുഞ്ഞ്, കൊച്ച്, കുട്ടി, ചോട്ട, അച്ഛൻ, അമ്മ, അച്ഛൻ, രണ്ട്, അനിയത്തി. അനിയത്തിപ്രാവ്, അനിയത്തിപ്രാവ്. ഇനി മിഥുനയുടെ പാട്ട് കേൾക്കാം സാറേ. ഞാൻ വീഡിയോ ഓഫ് ആക്കി പാടിക്കോട്ടെ സാർ?
യെസ് ആയിക്കോട്ടെ. എനിക്ക് പാടാൻ തോന്നൂല. യെസ്. ഞാൻ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാൻ ശ്രമിക്കാം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ. കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് ഉറുമ്പിന്റെ കുളിരുന്ന സമ്മാനം. പൂക്കൂടൽ ഇറയ്ക്കുവാൻ പുലർന്നു കടവത്ത് ഉന്നാരക്കാറ്റിന്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ തുടരുന്നു നിറവളർന്നോന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോ നിലവോരമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടു മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. യെസ് മിഥുന, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ. ഒരു ദിവസം കുറച്ചു നേരം കൊണ്ട് പാടിയതാ. യെസ്. അപ്പൊ സമയം എടുത്തെങ്കിലും വേറെ ഹൈ ലെവലായാല്. ഓക്കെ. അപ്പോ ഡെപ്ഷറാട് ശരിക്കും ആവേശകരായിരുന്നു. സോജി നീനൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചൊക്കെ നമ്മളും നല്ല രീതിയിൽ സഹകരിച്ചു. അപ്പോ നമുക്കിനി മിഥുന നന്നായിട്ട് തന്നെ ഉണ്ടോ പാടിയത്, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്നാ സംഗീതവും തമാശയൊക്കെ ആയിട്ട് ഈ മൂഡ് ഇങ്ങനെ പോയില്ലേ, അപ്പൊ നമുക്കൊരു അന്താക്ഷരിയും കൂടി കളിച്ചിട്ട് അടുത്തയിലേക്ക് പോയാലോ? ആദ്യം സാറ് തുടങ്ങാമോ? പാട്ടാവും. സാറ് പാടിയിട്ട് ഏത് വാക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഓരോരുത്തർ ഇങ്ങനെ പാടി പാടി വരും. ചങ്ങാതി പാട്ട് എനിക്ക് അല്ലേ, പാട്ട് എനിക്ക് അങ്ങനെ വഴങ്ങൂല്ല വിദ്യ പറയുകയാണെങ്കിൽ. അപ്പൊ എനിക്ക് വേണ്ടി മിഥുന ഒരു പാട്ട് പാട്ട്. ഞാനോ? ഓക്കെ. 4 വരി. ഏത് മലയാളല്ലേ? ആ. തുമ്പീവ അങ്ങനെയല്ലേ പാട്? തുമ്പീവ. ഓക്കെ. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം ആകാശ പൊന്നാലിനിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. ഓക്കെ, 4 വരി പാടിയാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. യെസ്.
എനിക്ക് കിട്ടിയിട്ടുണ്ട്. വരികൾ വേണമെങ്കിൽ പറയാം. പാടാനായിട്ട് രക്ഷയില്ല. പറയാൻ സോജിനെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ശിവനെ വിളിക്കേണ്ടി വരും. ഉത്തര സ്വയംവര എന്നൊരു പാട്ടില്ലേ, പഴയൊരു പാട്ട്. കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ ഞാൻ പോയിരുന്നു. ലിറ്റർ പറ സാർ, നീ വെച്ച് ബാക്കി പാടാം. അല്ല, ഞാൻ ആ വരി പറഞ്ഞത് പറഞ്ഞുള്ളൂ. എങ്ങനെ പാടുന്നു? ഉത്തര സ്വയംവര. ഓക്കെ, മിഥുന പഠിക്കോ? അത് തന്നെ എനിക്ക് വേണ്ടി പഠിക്കോ. കുറച്ച് വരി അറിയൂ സാർ. രണ്ടു വരി മതി. അപ്പൊ രണ്ടാമത്തെ വരി നമുക്ക് പിടിക്കാം. ഉത്തര സ്വയംവര കഥകളി കാണുവാൻ രാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. പോരെ സാർ പറഞ്ഞു. വായണം. പോയിരുന്നു. പാ മതി. പോ. അവസാനത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം അത് എന്താണ് എങ്ങനെ എടുക്കുന്നത് വിദ്യ? ഏത് വാക്കാണോ അവസാനിക്കുന്ന ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. ഇപ്പൊ പോകുന്നു എന്ന് പറഞ്ഞ കാരണം പായാണ്. അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. ഓക്കെ, പോകുന്നു എന്ന് പറയുമ്പോ പാ വെച്ച്. എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഞാനും വെറുതെ പറയാം. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കളികളോടും നീ, ഇതളായി അലസമലസമായി അരികിലൊഴുകിവാ, ഇളം പൂം കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കഥകളോടു നീ. അത്രേ ഉള്ളു സാർ. അപ്പൊ കായാണല്ലേ? ആക്കാ. പാടാലോ. ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആര് പാടും? മിഥുനേറ്റാ. ഞാൻ പാടട്ടെ കാ വെച്ചിട്ട്? പഠിക്കും. കണ്ടോ കണ്ടോ കാക്കക്കുയിലേ പട്ടുടുത്ത പാവക്കുഞ്ഞ്, കാറ്റുമൂളും ചൂളം കേട്ടാൽ മാറിലൊട്ടും മൈനക്കുഞ്ഞ്. കുഞ്ഞു കാറ്റാടി തണലും തണലത്തുരമതിയും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, മാറ്റുള്ളൊരു പെണ്ണും അരയത്തുളിക്കണ്ണും കളിയൂ ഞാലാടുന്ന വരും. രാണോ? ഏതാ രായോ? കളിയൂഞ്ഞാലാടുന്നേ ബാക്കിയറിയില്ല. സോജി കായോ? കായോ? കളിയൂഞ്ഞാലാടുന്നേ, അത്രേ അറിയുള്ളൂ. വീണ്ടും കായെന്ന് മാത്രം. ഓക്കെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തി കണ്ണുകളെന്തിനു അക്ഷരേതാ? വീണ്ടും കായാന്ന് തോന്നുന്നു. കായാണോ തായാണോ? കണ്ണുകൾ എന്തിനല്ലേ പറഞ്ഞേ? കായ. സോജി ഇത് പാട്. കാറ്റേ നീ വീശരുത് ഇപ്പോൾ എന്ന് പാട്. കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിൽ എന്റെ ജീവനിരിപ്പു, ആരോമൽ തോണിയിൽ എന്റെ ജീവനിരിപ്പു. എനിക്ക് അത്രേ
അറിയൂ. ജ ജ ജാ വെച്ചോ? വേറെ നോക്കട്ടെ, ജാ വെച്ച പാട്ടുണ്ടോ? ഞാൻ പാടട്ടെ. ഒരു പാട്ടുണ്ട്. ഞാൻ പാടട്ടെ. ആ ജൂണിലെ നീലാമഴയിൽ നാണമായി അണഞ്ഞവനേ, ജൂണിലെ നീലാമഴയിൽ മാ. മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മൈനളസലാസ്യം ഹരിതയുവനിയൊരു പ്രണയയുടെ പ്രണയഭരിതഭാവം. ബാ രണ്ടുപേരെ അറിയൂ. ബാ കിട്ടുവോ? ബായാണോ? ബാ കിട്ടുവോ? ഭാരത ഭരണീന്റെ ബാ കിട്ടുവോ? ഉണ്ടല്ലോ. ഭാവം വെച്ച് പാട്ടുണ്ടോ? ഇല്ലെങ്കിൽ മാറ്റാം. വേറെ അക്ഷരം പറ. ഓ ഒരു ഒത്തിരി 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 സ്വപ്നങ്ങൾ ഓർമ്മകളെ ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ, കുഞ്ഞു കിനാവിന് കൂടണയുന്നൊരു കുഞ്ഞു കിനാവിന് കൂത്താടാം, ഉറുവാൽ പറവകൾ പാറി നടക്കും കൂത്താടാം. ഒത്തിരി 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 സ്വപ്നങ്ങൾ ഉഞ്ചെപ്പിൽ ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. വാ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. മാ. മാനതയും വിളിച്ചെല്ലുപോലെ മാറിയിരിക്കും കുഞ്ഞു പൂവേ, അമ്മയ്ക്കു നീയൊരു താരാട്ടുപാട്ടിന്റെ കൺമണി പൂങ്കരളെ, വളര് കൈ വളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര്, നാളേക്കൊരു നിധിയല്ലേ നീ. മെയ് വളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര്, നാളേക്കൊരു നിധിയല്ലേ നീ. നാ. മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ, മിഴികളിലായിരം പരിഭവം എഴുതിയെന്നൽ പെണ്ണിൻ ചന്തം നേടപ്പൂവിൻ നാണം. വീണ്ടും നായാണേ. ഞാനാ. നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോലക്കുമ്മലിട്ടു കുണുങ്ങിനിൽപ്പവളെ, ഏകപൂർണ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നാ തന്നെ നിൻ. നാ തന്നെയാണേ. ഷിലു, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു തുടങ്ങിക്കോളൂ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അത്ര അറിയോ സാർ? മാ. നാഴിയുടെ കഴിവുണ്ട്. ഓക്കെ. മണിക്കോയിലേ മണിക്കോയിലേ മാറിക്കാവിൽ പോരൂലേ. എനിക്ക് എത്ര അറിയും. പാപ്പ. പുന്നാരപ്പൂമുത്തെ നെല്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നിന്നെന്റെ കൊച്ചു വാഴത്തോപ്പിൽ പൊന്നുവാകുന്നഴകേ. അഴകേ. ആ
ആയാണേ. പ്രാവിന് പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്. ആദ്യം ചെറുതരി ചിരിയുടെ പുലരികൾ മീട്ടും വണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിലെന്നും ഒരു പൊന്നോമലായി മിഴി പൂട്ടും ഓർമ്മയുടെ താരാട്ടുമായി ഇവളെല്ലാവർക്കും ഇന്നും വീടുന്നു. അല്ല, ഇവളെല്ലാവർക്കും എന്നും തങ്കക്കുടമെന്നല്ലേ? താമരക്കുരുവിക്ക് ആരെങ്കിലും പാടിക്കോ, ഞാൻ പാടുന്നില്ല. താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിലാവിന് കമ്മലിട്, അരിമുല്ല കൊളുത്തിലെ ഏലസിട്, കണ്ണിടയിൽ സൂര്യനിട്, വരണുണ്ടേ വിമാന ചിറകിൽ സുൽത്താൻമാരൊത്തൊരുമിച്ചിരിക്കാൻ. ആരാടാ ബീവി, ഇതിലാരാടാ ഹൂറി? ഹരിമുരളീരവം പാടിക്കും ആരെങ്കിലും? ജോബ് സാറ് പാടും ഹരിമുരളീരവം. പാടിക്കോ സാർ. അത് എന്താ പറയാ, സോജി നമ്മുടെ ട്രാക്കിലാക്കിയതാണ്. ശിലു, ഹരിമുരളീരവം പിടിച്ചോ? പറ്റൂല സാർ, അത് കൈവിട്ടു പോകും. വെച്ച് വേറെ പാട്ടുണ്ടോ? ഹൗവ ഹൗവ ഉണ്ടല്ലോ, അത് പഠിക്കോ? എന്നാ വേറെ അക്ഷരം എടുക്കാം. ബാ എടുക്കാൻ പറ്റും. ബാ. സമയം പോകുന്നു. എന്നാ പിന്നെ ഞാൻ ഒരു പാട്ട് പാടാം. അടുത്തൊരു പാട്ട്. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയിൽ മിഴിനീർ പുഴയിൽ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ. വാ. ഈ വാവാ താമരപ്പെണ്ണ ഉണ്ടല്ലോ, സോജി പാടിക്കും. വാവാ താമരപ്പെണ്ണെ എന്നെ അറിയാമോ എന്തോ. വാവാ താമരപ്പെണ്ണേ നീ പൂങ്കരളൽ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി എന്ന് പാട്ട് പാടാൻ വാ. വാ. വാവാവോ വാവേ ആരും പഠി. വാവാവോ വാവേ വന്നും മത സമ്മാനം, ഇങ്കുതരാം മേലേ തങ്കനിലാക്കിണ്ണം, ചിരി ചിരി നിൻ ചിരികുമഴ് ചാർത്താം ചന്ദനം, പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തത്ത. സാർ സമയം ഇപ്പൊ 2:30 ഇനി എങ്ങനെയാ സാർ കുറച്ചുകൂടി എടുക്കാൻ പറ്റുമോ? അടുത്ത ക്ലാസ് ഉണ്ടാവൂലേ സാറിന്? ഇല്ല, ഇന്ന് അടുത്ത ക്ലാസ്സില്ല, കുറച്ചുകൂടി നമുക്ക് നോക്കാം. എന്നാ കുഴപ്പമില്ല, കണ്ടിന്യൂ. അല്ല, അടുത്തത് പിടിച്ചോ. ഇനിയില്ല, ഇനി എത്ര ഐറ്റം ഉണ്ട് വിദ്യ? സാറിന് തിരുവാതിരയൊക്കെ ഉണ്ട്. എന്നാ അങ്ങോട്ട് കയറിക്കോ. തിരുവാതിര കൂടാതെ പിന്നെ എന്തെങ്കിലും? അത് കൂടാണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തിരുവാതിര സ്റ്റാർട്ട് ചെയ്തല്ലോ. ഗ്രൂപ്പ് സോങ് ഇല്ലേ? തിരുവാതിര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ആവേശകരമായ ഒരു അന്താക്ഷരി മത്സരമായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. പാട്ട് നന്നായി അറിയുന്നവരും വരികൾ അധികം ഓർമ്മയില്ലാത്തവരും ഒക്കെ വളരെ ആവേശത്തോടെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്കിനി അടുത്തത് ആഘോഷ പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ കേരളീയമായ തനിമ വിളിച്ചോരുന്ന ഒരു മനോഹരമായ ദൃശ്യവിരുന്ന് കൂടി വേണമല്ലോ. അപ്പൊ നമുക്ക് സ്വന്തം നമ്മുടെ തിരുവാതിര കളി തുടങ്ങാം. സാർ പിൻ ചെയ്യണ്ടേ?
തിരുവാതിര കളിക്കുന്നതിന് പിൻസ് ഞാൻ പറയണ്ടേ? ഇത് എങ്ങനെയാ അത് അറേഞ്ച് ചെയ്യുന്നത്? സാറിന് പിൻ ചെയ്യാൻ പറ്റുമോ? പിൻ ടു സ്ക്രീൻ അല്ലേ? അതെ അതെ. ഫോർ എവരിവൺ അല്ലേ? ഫോർ മൈസെൽഫ്. ഞങ്ങൾ 5 പേരുണ്ട് സാർ. 5 പേരെ ഒന്ന് ചെയ്താൽ മതി. മാത്രം. സോജി, രമ്യ, ഷിരു, നീനു, മിഥുന. സോജി, ആ പാട്ടിന്റെ വോളിയം കിട്ടണേ നന്നായിട്ട്. പാട്ട് കേൾക്കാൻ പറ്റും. സാർ ഒരു ദിവസം പോലും എടുത്തില്ല കേട്ടോ. 2 മണിക്കൂർ കൊണ്ട് പഠിച്ചയാ. പോരായ്മകൾ കാണും. കൂടുതൽ പ്രതീക്ഷിക്കും. മാത്രമല്ല ഓൺലൈനിലായിട്ട് ആദ്യമായിട്ട് ഒരു തിരുവാതിര. ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആയോ? എന്റെ പക്ഷത്തുള്ളത് ഓക്കെ ആയോ? പിന്നെ എല്ലാരും പിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വന്നിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലല്ലോ. പിൻ ചെയ്തിട്ടില്ല സാർ. ജിഷമ്മ പറഞ്ഞായിരുന്നു ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞു. പിൻ ടു സ്ക്രീൻ അല്ലേ? ഒരു മിനിറ്റ്. മൂന്ന് പേരെ ചെയ്യാൻ പറ്റുള്ളൂ. 6 പേരെ പറ്റൂന്ന് ജിഷാമ്മ പറഞ്ഞായിരുന്നു. 3 പേരെ പറ്റത്തുള്ളൂ. അതുപോലെ 3 പേരെ പറ്റുന്നുള്ളല്ലോ പോലെ. എത്ര പേരുണ്ട്? 5 പേരാ? 4 5 പേര് സാർ. 5 പേര്. പക്ഷേ ഇത് അവർക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ മാത്രമാണ് പറയാം. മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 5 പേർക്ക് പിൻ ചെയ്യുമ്പോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചെയ്തേ? ഓക്കെ. ഓണാക്കട്ടെ? സൗണ്ട് ഉണ്ടെങ്കിൽ പറയണേ. കുമാരവിഭോ ചാരുതര ഗുണസാഗര ഭോ മാരലാവണ്യ നാരി മനോഹാരി കാരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ വന്നിടുക ചാരത്തിന പാരിത്തവ നേരത്തവരാരുത്തര സാരസ്യ സാരമറിവതിനും സാരസ്യ സാരമറിവതിനും നല്ല പാരസ്യ ലീലക ശൈവതിനും
നാളികലോചനമാരേ നാം വിളകളഞ്ഞൊരു വിധമൊരു നാളികലോചനമാരേ നാം വിളകളഞ്ഞൊരു വിധമൊരു കേളികളാടി മുതരാഗമാലകൾ പാടി കരം കൊട്ടിച്ചാലവേ ചാടി തിരുമുന്നിൽ താളത്തോടും മേളത്തോടും എളിച്ചനുകൂലത്തോടും മാളികളെ നടനം ചെയ്യണം. താളത്തോടും മേളത്തോടും എളിച്ചനുകൂലത്തോടും മാളികളെ നടനം ചെയ്യണം. നല്ല കിളി ജഗത്തിൽ വളർത്തിടണം. ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗഭേദം കുറയ്ക്കരുതേ. ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗഭേദം കുറയ്ക്കരുതേ. വിദ്യുല്ല താങ്കി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യമതാങ്കി ധനം തകർത്തിമേ തഥയ തത്വം തത്വമെന്നും മദ്ദളം വാദയ ചന്ദ്രലേക്ക്. തത്വം തത്വമെന്നും മദ്ദളം വാദയ ചന്ദ്രലേക്ക്. നല്ല പദ്യങ്ങൾ ചൊല്ലുക നീരത്നരേ. ിടവേ പാരം ചെറുച്ച കൊലുങ്ങിടവേ പാരം ചെറുച്ച കൊലുങ്ങിടവേ മേടിയഴിഞ്ഞും നവസുമ ശ്രേണി പൊഴിഞ്ഞും കളമൃദുവാണി മൊഴിഞ്ഞും സഖിയെ കല്യാണി കരവേണി സുഖവാണി ശുശ്രോണി നാം നന്ദി കുമ്മിയടിച്ചിടണം. കല്യാണി കരവേണി സുഖവാണി ശുശ്രോണി നാം നന്ദി കുമ്മിയടിച്ചിടണം. നന്നായി വടങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വടങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വടങ്ങി കുമ്മിയടിച്ചിടണം. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടോടെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു. സാർ പോയോ? സാറ് പോയോ? സാറിനെ കാണുന്നില്ല. നമ്മുടെ കളി കണ്ട് സാർ പോയോ? അപ്പൊ നമ്മുടെ സോജി, ഷിലു, നീനു, മിഥുന, രമ്യ ഈ 5 പേരും ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഒരു കുറവും വരുത്താതെ പെർഫെക്റ്റ് ആയിട്ടാണ് തിരുവാതിര കളിച്ചിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായുള്ളൂ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഒത്തൊരുമയോടെ ഇത് അവതരിപ്പിച്ച 5 പേർക്കും വളരെ നന്ദിയുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്ത് കളികൾ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ആള് മലയാളത്തിൽ മാത്രമേ ആൻസർ പറയാൻ പാടുള്ളൂ. അത് കളിച്ചാലോ? ആരെങ്കിലും ഒരാള് ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുന്ന ആള് മലയാളത്തിൽ മാത്രം, ഒരു ഇംഗ്ലീഷ് പോലും വരാൻ പാടില്ല. ഓക്കെ, വിദ്യ ചോദിച്ചോ, പറയാം. ആദ്യം ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരോടാ ചോദിക്കണ്ടേ? അല്ല, സാറിനോട് ചോദിക്കാം. ഐശ്വര്യമായിട്ട് സാറിൽ നിന്ന് തുടങ്ങാം. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മതി. ഓക്കെ. സോജി, രാവിലെ എന്താ കഴിച്ചത്? ദോശ. ദോശ മലയാളം ഇംഗ്ലീഷാണ്? മലയാളം. മലയാളം. ഓക്കെ. അപ്പൊ ഏത് സ്കൂളിൽ എവിടെ പഠിച്ച? SSLC പഠിച്ച എവിടെയാണ് സോജി? ഞാൻ പന്മന വിദ്യാലയത്തിലാണ് സാർ പഠിച്ചത്. പന്മന വിദ്യാലയത്തിൽ. ഇനി അടുത്ത ആൾക്ക് ചോദിക്കാല്ലോ. വിദ്യാലയം എന്നുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോജി സ്കൂളിൽ പോകുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ഇരുചക്ര വാഹനം ചവിട്ടിയായിരുന്നു പോകുന്നത്. ഭാവിയിൽ ആരായിത്തീരുമെന്നാണ് സോജിയുടെ ആഗ്രഹം? എനിക്ക് നല്ലൊരു അധ്യാപികയായി തീരണമെന്ന്. ടീച്ചറാവട്ടെ?
അധ്യാപികയായാ മതി. സോജിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? പുറത്താണ് ജോലി. പുറത്തെവിടെയാണ്? പുറം വീടിന് നാട്ടില്. പുറത്താണോ? പുറം നാട്ടിലാ. എന്താ പേര്? പുറം നാടിന്റെ പേരോ? എല്ലാരും എന്നെയാണ് ഉന്നം വെക്കുന്നത്. പുറം നാടിന്റെ പേര് പുറം നാടിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എത്ര ടൈം എടുത്തൂടാ? എത്ര ടൈം എടുക്കാൻ പാടില്ല. അറബികളുടെ നാട്, ആതിരയുടെ അറബികളുടെ നാട്. ആതിരയുടെ കുഞ്ഞ് സ്കൂളിൽ പോയോ? പോയി. ഇത് ഓണപരിപാടി ആയിരുന്നോ? ആ ഓണപരിപാടി. എന്ത് ഡ്രസ് ഇട്ടോണ്ട് പോയേ? പോയി മുണ്ടും പോയി. മുണ്ട് ഷർട്ട് മാത്രമേ ഇംഗ്ലീഷ് അല്ലേ സാർ? കോട്ടും ഷർട്ട് ഇംഗ്ലീഷ് അല്ലേ സാർ? ഇംഗ്ലീഷാണ്. സാരി. നീനു, ഇടുക്കിയിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യണേ? ഇടുക്കി അല്ല സാറേ, കൊല്ലമാ ഞാൻ. ശരി. കൊല്ലത്ത് എന്തൊക്കെയാണ് കൃഷി ചെയ്യണേ? കൊല്ലത്ത് കൃഷിയില്ലേ അവിടെ? ഇവിടെ കൂടുതലും കശുവണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. കശുവണ്ടി സാധാരണ എന്താ ചെയ്യണേ അവിടെ? എക്സ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇല്ല, ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് അതിന്റെ വിളവെടുത്ത് അത് പൊളിച്ച് എവിടെ കൊണ്ട് അതൊക്കെ ചെയ്യണ എവിടെ വെച്ചാൽ? അതിനൊക്കെ ചില കെട്ടിടങ്ങളുണ്ട്. അതില് കുറെ അമ്മമാര് വന്ന് അത് ചെയ്ത് അവിടെ ജോലി സാധ്യതയൊക്കെ ഉണ്ട് അല്ലേ ചെയ്തു? ആ ഉണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ജോലി അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്? പ്രായമായവർക്ക് ഇങ്ങനെയുള്ള ജോലി ചെയ്യാം. കുറച്ച് വയസ്സുള്ളവർക്ക് ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യാം. പിന്നെ അല്ലാത്തയും കുറെ ജോലികളൊക്കെ ഇവിടെ ഉണ്ട്. പിടിച്ചു നിൽക്കണത് സ്പീഡ് കുറച്ചാണ്. എന്നാലും വർക്ക് എന്നൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ? കറക്റ്റ്. ഷിലുവിന്റെ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? പറ. കഴക്കൂട്ടത്താണ് വർക്ക് ചെയ്യുന്നത്. കഴക്കൂട്ടത്ത് എവിടാ? അല്ല, കയ്യിൽ പോയിട്ടാ വർക്ക് ചെയ്യാൻ. അങ്ങനെ കയ്യിൽ നിന്ന് പോയി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനിടെ സാരി കൊള്ളാലോ. എവിടുന്നാ മേടിച്ചേ? ഇത് അമ്മ കൊണ്ടുവന്നതാ നാട്ടിൽ നിന്ന്. എവിടാ? സ്ഥലപ്പേരെന്തുവാ നാടിന്റെ? തിരുവനന്തപുരം. എന്തുകൊണ്ട് പിന്നെ വിശേഷം? ഓണം സെലിബ്രേഷൻ ഒക്കെ എവിടം വരെയായി? ഓണം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഇപ്പൊ എന്ത് കോഴ്സാ പഠിക്കുന്നേ? അധ്യാപകർക്കുള്ള കോഴ്സാണ് പഠിക്കുന്നത്. കോഴ്സിൽ പോയി. വെരി ഗുഡ്. ഞാനാണ് റെഡി ആയിട്ട് നിൽക്കുന്നത്. വിദ്യ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഈ പരിപാടിയിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. വിദ്യ എന്താ വീഡിയോ ഓൺ ആക്കാത്തെ? ഞാൻ കുട്ടീനെ ഉറക്കുകയാണ്, അതുകൊണ്ട് വീഡിയോ ഓണാക്കാൻ പോയി. വീഡിയോ വന്ന്. വെരി ഗുഡ്. വീഡിയോ വന്നപ്പോ മലയാളം വന്നു പോയി വിദ്യ. ആ വീഡിയോ പറയുമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് അതിന്റെ ചോദിച്ചത്. ഷിലുവിന്റെ കഴുത്തിൽ എന്താ ഉള്ളത്? മാല. ആതിരയുടെ ചെവിയിൽ എന്താ കുത്തിച്ചേക്കുന്നേ?
ശ്രവണ സഹായി. ഒരു ചെവിയിലുള്ള ഭാവിയിൽ ആരാവുന്നതാണ്? സാർ എന്റെ കണ്ണിൽ എന്തെന്നുള്ളത്? സാറിന്റെ ഷർട്ടിന്റെ കളർ എന്താ? വെള്ള. പക്ഷെ ഇത് വെള്ളയായിട്ട് തോന്നില്ലല്ലോ. വെള്ളയാണ്. അതിലേക്ക് ഭാവിയിൽ ആരാവുന്നതാണ് ആഗ്രഹം? ഭാവിയില് തൂപ്പും തടുപ്പല്ലായിട്ടിങ്ങനെ നടന്നാ മതി. അതെ. യെസ്. ആദ്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത്? ജയലക്ഷ്മി. ജയലക്ഷ്മി തന്നെ വിളിക്കാറ്. ഓ, മിസ് എന്നാണ് ഉണ്ടാവുമല്ലോ. മിസ് തന്നെ ടീച്ചർ എന്നാണോ വിളിക്കാറ്? അധ്യാപിക ജയലക്ഷ്മി. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇഷ്ടപ്പെട്ട ഗായകനാരാണ്? യേശുദാസ്. യേശുദാസിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഹരിമുരളീരവം. ഈ സാരി എവിടെ വാങ്ങിയത്? കടയിൽ നിന്ന്. കടയ്ക്കൊരു പേരില്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിന്? പൗർണമി. പൗർണമി? ഒരു പൗർണമിയാണ്, അതിന്റെ കൂടെ ഒന്നുമില്ലേ? ഇല്ല, വെറും പൗർണമി. ചോദിച്ചോട്ടാ, ഞാൻ ചോദിച്ചപ്പോഴേ നിൽക്കണ്ട, ചോദിച്ചോളൂ. എന്തെന്ന്? നീനുവിന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്തിയെ? നീനുവിന്റെ പിള്ളേര് വിദ്യാലയത്തിൽ പോയി. കേട്ടില്ല, എന്താ? എങ്ങനാ പോന്നേ? സ്കൂളിൽ പോന്നേ എങ്ങനെ പിള്ളേര്? അവര് പതുക്കെ നടന്നങ്ങ് ചെല്ലും. ഏത് സ്കൂളിലാണ് പഠിക്കണേ? അവര് ചെറിയ കുട്ടികളുടെ സ്റ്റാർ എന്ന് പറയുന്ന സ്കൂളിലാണ്. സ്റ്റാറിൽ പോയി. ഓക്കെ, ഓക്കെ, ഓക്കെ. ജോഷ്മി, ജോഷ്മി റിക്സൺ. യെസ്. വൈപ്പിൽ എന്തെങ്കിലും വിശേഷം ജോഷ്മി? നല്ല വിശേഷം സാർ. നല്ല വിശേഷം. ബോട്ടൊക്കെ വീണ്ടും കടലോട്ട് പോയി തുടങ്ങിയ? എന്താ സാർ കേട്ടില്ല? ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു. എന്താണ് ബോട്ടൊക്കെ പോയി തുടങ്ങിയത്? പോയി തുടങ്ങി കാണും. എന്താണ് ഉദ്ദേശം? എന്തായിരിക്കും? എന്താ സാർ കേക്കല്ല? കഴിഞ്ഞ മാസോടാ അല്ലെങ്കിൽ ഈ മാസോടാ? കഴിഞ്ഞ മാസമല്ലേ? കഴിഞ്ഞ മാസമാണ്. പിള്ളേരെവിടെ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്ന പിള്ളേർ രണ്ടുപേരും? വൈപ്പില്ലേ പിള്ളേര് ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്കൂളിലാ. സ്കൂളിൽ പോയി പോളെ. വിദ്യാലയം എന്ന് പറയുന്ന സ്കൂളിൽ പോയി. ഞാനിപ്പോ കുട്ടിയുടെ അംഗൻവാടിയിൽ വന്നേക്കുവാ, അതുകൊണ്ടാ. അവിടെ ഓണം സെലിബ്രേഷൻ ആണ്. സാറേ, ഞങ്ങളുടെ തിരുവാതിര എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ തിരുവാതിര ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ സംഗീതം ഇങ്ങനെ ചെയ്തപ്പോ. ഓക്കെ, ഒറ്റ മിനിറ്റ് വിദ്യ. ഓണം വെക്കേഷൻസ് പഠിക്കുന്ന നിങ്ങൾ എന്തായിരിക്കും തകർക്കാൻ പോണത് ഞാനിങ്ങനെ ആലോചിക്കുന്നു. യെസ്, എന്തായിരിക്കും പരിപാടി എന്ന് ഞാനിങ്ങനെ മനസ്സോട് ഇങ്ങനെ ആലോചിക്കുന്നു. വെരി വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ ആയിരുന്നു. ഞാൻ നിങ്ങളുടെ നല്ല മനസ്സിലാക്കി ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സിൽ ഇങ്ങനൊരു പരിപാടി നിങ്ങൾ അറേഞ്ച് ചെയ്തതിനും പിന്നെ അത് സംഘടിപ്പിക്കാൻ കാണിച്ച മനസ്സിലോട് നിങ്ങളെല്ലാം ചേർന്ന് 2021 വേറെ ലെവലാണ്. യെസ്, താങ്ക് യു സർ. ഓക്കെ, ചോദിച്ചോളൂ. താങ്ക് യു സർ.
പിന്നെ ഒരു ഷിലു എന്തിലാ ഇരിക്കുന്നേ? ഞാൻ കസേരയിലാണ് ഇരിക്കുന്നത്. ഒരു പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സാറേ? ഓക്കെ ഓക്കെ ഓക്കെ. സോജിയും ഷിലുവും കൂടെ തുടങ്ങിക്കും ഏതെങ്കിലും ഒരു പാട്ട്. ഏത് പാട്ടാണ്? സാറിനെ കൊണ്ടൊരു പാട്ട് പഠിക്കായിരുന്നില്ലേ? അതാ സാറ് ഒരു പാട്ട് സാറിനെ പഠിച്ചായിരുന്നു. കൊണ്ട് പാടിപ്പിക്കാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ സാറ് ഒരു തരത്തിൽ പാടത്തില്ല. ജോഷ്മി, പാട് സാറേ, ഇന്ന് ഓണമല്ലേ, ഓണത്തിന്റെ പാട്ട് പാട്. നമ്മളൊരു നാട്ടുകാരാണ്. ആ ഒരു പരിഗണന വേണം എന്നോട് കേട്ടാ. പറവൂരും നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയും ചെയ്തില്ലേ സാർ? സാർ അപ്പൊ കുറച്ചെങ്കിലും ചെയ്യാം. ആ വീക്ക്നെസ്സിലാണ് ടച്ച് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പൊ സോജിയും ഷിലുവും ചേർന്ന് ക്ലോസിംഗ് സെറമണി ഒരു പാട്ട് പഠിക്കോ? യെസ്, ഞാൻ പഠിക്കോളാം. ഇപ്പോഴല്ല, പിന്നെ എപ്പോഴെങ്കിലും. ഇപ്പൊ ഞാൻ ജിജ്ഞാസയിൽ ഒഴിവാക്കില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ലാസ്റ്റ് ഒരു കാര്യം, ഞാൻ എന്റെ മനസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു രൂപവും ഭാവവും കൊടുത്തേ. നിങ്ങൾ പറയുന്ന ഉത്തരം, നിങ്ങൾ പറയുന്ന അതിന് പറയുന്ന കമന്റ് ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറയുന്നത്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ ഉത്തരം പറയൂല്ലോ, ഉത്തരം പറയുക, പാട്ട് പാടുക, അല്ലെങ്കിൽ തോട്ട് പറയുക എന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ ഞാൻ കൊടുക്കുന്ന ഒരു രൂപമുണ്ട്. ഇന്നതുപോലെ ഇരിക്കും, ഇന്നതായിരിക്കും. യെസ്, ഓക്കെ, പറഞ്ഞു. സാറ് മനസ്സിൽ കണ്ട ആ ഒരു രൂപത്തിന് എല്ലാരും ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ്. യെസ്. അപ്പൊ പാട്ട് റെഡി ആയിക്കോളൂ. ഷിലുവിനും സോജിക്കും ഒരുപോലെ അറിയാവുന്ന പാട്ട് ഏതെങ്കിലും പാട് മീൻസ് അറിയാം. തിരുവാമണിരാവ് പാടി നിർത്താം നമുക്ക്. തിരുവാമണിരാവിലെ 4 പടി. ഷിലുവിന് അറിയാമോ? അത്ര പോരാ. ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, പൂക്കളുറുത്തേ, പൂക്കളങ്ങട്ടെ, കത്തിപ്പോച്ചിയോടെ പൂക്കൾ, നീയും വായോ ഓണക്കളിയാട, ഇനിയും ഞാലാട, ഓനാലാടിട, ചെമ്പട്ട് ചെണ്ടയുമായോ താടിവരും തുള്ളാട്ടം തുള്ളുന്ന തുമ്പികളായിട, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, കുളിർത്തേ പൂക്കളവട്ടെ, മുക്കത്തി പൂച്ചിയോതി പൂത്തുമ്പൂക്കൾ, നീയും വായോടക്കളിയാട, ഊഞ്ഞാലാട, നാലാടിട, ചെമ്പട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സ്കൂളിൽ പാടിയ പാട്ടായിരിക്കും അല്ലേ രഞ്ജുഷ? യെസ് 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 യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓരോരുത്തര് ലീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോസി, സോജി പഠിക്കോളൂ. ഷിലു തിരുവാണിരാവ് പാടാം അല്ലേ ഷിലു? ഒരുമിച്ച് പാടാൻ പറ്റുമോ അങ്ങനെ? പാട്, തുടങ്ങും. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളി, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. ശരിയായോ എന്തോ സാർ അറിയില്ല. ഓക്കെ ഓക്കെ, ശരിയായി ശരിയായി. ഷിലുവിന്റെ വച്ചിട്ട് കുറവാണ് കേട്ടത്. യെസ്, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പോ വിദ്യ ക്ലോസ് ചെയ്തോളൂ എന്നാണ് പറഞ്ഞ എല്ലാവർക്കും ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സർ.
അപ്പോ കളിയും പാട്ടും ചിരിയും ആവേശമൊക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഓണാഘോഷം ഇവിടെ പൂർണ്ണാവുകയാണ്. അപ്പൊ ദൂരങ്ങള് അതിരുകളിടുന്ന ഈ ഒരു ഓൺലൈൻ സ്ക്രിപ്റ്റിലൂടെ ആണെങ്കിലും മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും എത്രത്തോളം അടുത്താണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ ഈ ഓരോ നിമിഷവും. നമുക്ക് വളരെ ഒരു മണിക്കൂറുകളുടെ ഒരു സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് പോലും എല്ലാവരും നന്നായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മനോഹരമായ കൂട്ടായ്മയുടെ ഭാഗമായി നമ്മോടൊപ്പം മുഴുവൻ സമയവും പങ്കുചേരുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജോബ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം മനോഹരമായ പാട്ടുകളിലൂടെയും കളികളിലൂടെയും നൃത്തത്തിലൂടെയും ഈ ആഘോഷം പൊലിപ്പിച്ച എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും തത്സമയം സജീവമായി പങ്കെടുത്ത എല്ലാവർക്കും എന്റെ വലിയൊരു നന്ദി. അപ്പോ നമുക്ക് വീണ്ടും ഇനി അടുത്ത ഓണത്തിന് ഇതുപോലെ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. വിദ്യയ്ക്കും കൂടെ നന്ദി പറയുന്നു. വളരെ മനോഹരമായി ഇത് ആദ്യം മുതൽ അവസാനം വരെ ഇതിന് അവതരിപ്പിച്ച വിദ്യയ്ക്ക് പ്രത്യേക നന്ദി. വിദ്യയുടെ കോർഡിനേഷൻ കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും നന്ദി. ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം സാർ. ഹാപ്പി ഓണം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, അപ്പോ 2026 Thank you, sir. ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ജന്മങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, യെസ്, ബൈ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ബൈ. ഓക്കെ, ബൈ.